ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഇവിടെ 500-ന്റെ കെട്ടുകളുണ്ടല്ലോ, ഈ 500-ന്റെ കെട്ടുകൾ അപ്പം തന്നെ അങ്ങനെ അട്ടിയടിക്ക് മാറ്റി ഇത് കക്കൂസുകൾ ഒളിപ്പിച്ച് വെക്കും. ജോലി കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഈ 500 നോട്ടെല്ലാം കൂടെ ചാക്കിനകത്ത് കെട്ടിട്ട് ഏതോ വഴിക്ക് ഓട്ടോയിലോ ട്രക്കിലോ ലോറിയിലോ കൊണ്ടുപോകും എന്തൊക്കെയാണ് പറയപ്പെടുന്നത്. വെള്ളി എത്ര കിലോ വെള്ളിക്കെട്ട് കാണാനും ഇപ്പോഴും ഇപ്പോൾ ശിവസേന പറഞ്ഞു ഞങ്ങൾ കൊടുത്ത് 1 കോടിയുടെയും വെള്ളിക്കെട്ട് കണക്ക് കാണാനില്ല, ഒരു റെസിപ്റ്റ് തന്നിട്ടില്ലെന്ന് പറയുന്നു. വെള്ളിക്കെട്ടി, സ്വർണം, രാമന്റെ ഈ പറയുന്ന എന്താണ് വെള്ളിപ്പാതുകവും ഏതോ ഒരു നെക്ലേസും അതൊന്നും കാണാനില്ലെന്ന് പറഞ്ഞു. നമുക്ക് അതിനൊക്കെ സ്ഥിരീകരണത്തിലേക്ക് വരണം. എന്തായാലും ഒരു കാര്യം, ശ്രീ രാഹുൽ ഈശ്വർ നേരത്തെ ഗാന്ധി വെടിയേറ്റ കാര്യം പറഞ്ഞു. ശ്രീ ജിൻഡോ, വർഗീയവാദി പിതൃഘാതകൻ ഗോഡ്സെയുടെ വെടിയേറ്റ് വീണപ്പോൾ വേദനയിൽ ഗാന്ധി വിളിച്ച ഹേ റാം എന്ന വിശ്വാസിയുടെ രാമനല്ല സംഘപരിവാർ രാഷ്ട്രീയ രാമൻ എന്നൊക്കെ പൊളിറ്റിക്കൽ വീക്ഷണമുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. എന്നിരുന്നാലും അവിടെ പോകുന്നവർ, അവിടേക്ക് സംഭാവന കൊടുത്തവരൊക്കെ സംഘപരിവാരല്ല, നിഷ്കളങ്കരായ വിശ്വാസികളുണ്ട്. ആ വിശ്വാസി വികാരത്തെ ഇക്കൂട്ടർ പച്ചയ്ക്ക് തൂക്കി വെക്കുകയല്ലേ അയോധ്യയിൽ കണ്ടത്? രാഹുൽ, ശ്രീ ഹാഷ്മി, ഗാന്ധിജിയുടെ രാമൻ കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇനി FIR-ൽ പറയുന്ന പോലെ 7 കോടിയാണോ 200 കോടിയാണോ 400 ആണോ 1400 ആണോ ഇനിയും ലാൻഡ് വാല്യൂവിന്റെ ഒരു തെഫ്റ്റും കൂടെ കൂട്ടി 5000 കോടിയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ഒരു കൊള്ള നടന്നു എന്നുള്ള വിഷമമാണ്. ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ, ഒരു ഹിന്ദു വിശ്വാസി എന്ന നിലയിൽ എനിക്കടക്കം വളരെ വേദന തോന്നുന്ന ഒരു സംഭവമാണ്. ആ പ്രാണപ്രതിഷ്ഠാ പുണ്യദിനത്തിൽ അവിടെ പോകാനുള്ള എനിക്കൊരു ഭാഗ്യം ഉണ്ടായി. ആ ദിവസം തന്നെ ഞാൻ ബാബറി മസ്ജിദിന് വേണ്ടി സ്ഥലം കൊടുത്തിരിക്കുന്ന മുഹമ്മദ് ബിൻ അബ്ദുള്ള മോസ്കിന്റെ സ്ഥലത്തും പോയി അവിടുത്തെ ആൾക്കാരെ കണ്ടു. 2 സ്ഥലത്തും എന്റേതായ ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തു. അപ്പം നമ്മളടക്കം കൊടുത്ത കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ അതേപോലെ ഭക്തർ കൊടുത്ത കോൺട്രിബ്യൂഷൻ കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണെന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി 2, ശ്രീ ലാല് പറഞ്ഞ ഒരു കാര്യത്തിൽ, അദ്ദേഹം പറഞ്ഞ ആ സ്പിരിറ്റിനോട് യോജിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ ചെറിയൊരു അഡീഷൻ കൂടെ, അതായത് അദ്ദേഹം ആഴ്ചകൾക്ക് ശേഷമാണ് ഈ ലാൻഡ് മറച്ചു വിറ്റതെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, 2017-ൽ സ്ഥലം മേടിച്ച് 2 കോടി രൂപയുടെ ലാൻഡ് 19 മിനിറ്റിന് ശേഷവും അതിനുശേഷം 5 മിനിറ്റ്, അതായത് 24 മിനിറ്റിന് ശേഷം 18.5 കോടി രൂപയ്ക്കാണ് വിറ്റത്. അതായത് 2 കോടി രൂപയുടെ ലാൻഡ് രാമജന്മഭൂമി ക്ഷേത്രം മേടിച്ചത് 18.5 കോടി രൂപയ്ക്കാണ്. അന്ന് തന്നെ ശ്രീമതി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ഒരുപാട് പേർ, വ്യത്യസ്ത പാർട്ടിയുള്ള ആൾക്കാർ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ അന്ന് ആരും അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അത് ഒരു പൊളിറ്റിക്കൽ ആരോപണം മാത്രമാണ് എന്നൊരു തോന്നലാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് നമുക്ക് മനസ്സിലാകുന്നത് കേന്ദ്രം ഭരിക്കുന്നതും UP ഭരിക്കുന്നതും എല്ലാം സമാനമായ രാഷ്ട്രീയത്തിന്, അല്ലെങ്കിൽ സെയിം രാഷ്ട്രീയത്തിന്റെ ആൾക്കാരാണ്. അപ്പൊ എന്തായാലും ഒരു വ്യാജ ആരോപണത്തിനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. ശ്രീ അഖിലേഷ് യാദവ് ആണ് ഇത് ഉന്നയിച്ചതെങ്കിലും ഈ വിഷയത്തിൽ മെറിറ്റ് ഉണ്ട് എന്ന് ഇന്ന് തെളിഞ്ഞല്ലോ. അതായത് ശബരിമലയിൽ 4 കിലോ പറഞ്ഞോട്ടെ, ആ വിഷയം അന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചത് അയോധ്യയിലെ ഈ സ്ഥലം, ഈ പറയപ്പെടുന്ന സ്ഥലം കുസും പതക്, ഹരീഷ് പതക് എന്ന 2 കോടിക്ക് 2 പേർക്ക് സുൽത്താൻ അൻസാരി, രവി മോഹൻ തിവാരി എന്ന് വിൽക്കുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ സ്ഥലം ശ്രീരാം ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് ഈ അൻസാരിയും തിവാരിയും വിൽക്കുന്നത് 18.5 കോടി. ലാൻഡ് ഡീഡും പേപ്പറൊക്കെ അന്ന് പുറത്തു വന്നതാണ്. പക്ഷെ അന്വേഷണം താങ്കൾ പറഞ്ഞത് എവിടെ എത്തിയത്? സത്യമാണ്. അതെ, രവി മോഹൻ തിവാരിയുടെ കാര്യമാണ് പറഞ്ഞത്. 18.5 കോടി. ഓർക്കേണ്ടത് നമ്മുടെ ഭക്തരുടെ കാശാണ് പോകുന്നത്. 2 കോടി രൂപയുടെ സ്ഥലം രാമജന്മഭൂമി ക്ഷേത്രം 18.5 കോടി രൂപയ്ക്ക് മേടിക്കുമ്പോൾ സാധാരണ വിശ്വാസിയുടെ സ്വത്തല്ലേ അവിടെ പോകുന്നത്. അപ്പോൾ അന്ന് പക്ഷെ ആരും സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നുള്ളതാണ് സത്യം. കാര്യം അതൊക്കെ ഒരു ആരോപണത്തിന്റെ പുറത്ത് പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ശ്രീ അഖിലേഷ് യാദവാണ് ഉന്നയിച്ചതെങ്കിലും യോഗി സർക്കാർ അംഗീകരിക്കുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്തായാലും കൊള്ള നടന്നില്ലെന്ന് ആരും പറയുന്നില്ലല്ലോ. ഇനിയും ശ്രീ ഹാഷ്മി നോക്കേണ്ടത്, ശബരിമലയിലാണെങ്കിലും അയോധ്യയിലാണെങ്കിലും കൊള്ള നടക്കുന്നത് വേദനയാണ്. ശ്രീരാമനെ ആണെങ്കിലും അയ്യപ്പനെ ആണെങ്കിലും കൊള്ളയടിക്കുന്ന വേദനയാണ്. ശബരിമലയിൽ പരമാവധി 4 കിലോഗ്രാം സ്വർണ്ണങ്ങളാണ് ഒരുപക്ഷെ CPM-ന്റെ നേതൃത്വത്തിൽ നിന്ന് പറയപ്പെടുന്ന രീതിയിൽ കൊള്ളയടിക്കുന്നത്. അതിനെല്ലാം കൂടെ 4-5 കോടി രൂപ വരും. അയോധ്യയിൽ അതിനേക്കാൾ വലിയ തീവട്ടിക്കൊള്ള നടന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്താ? 2 സൊല്യൂഷനാണ് ഉള്ളത്. എന്റെ പെറ്റീഷനിലാണ് ശബരിമല റൈറ്റ് ടു ഇൻഫർമേഷന് കീഴി വരുന്നത്. ഞാൻ എന്റെ ഡ്രൈവറുടെ പേരിലാണ് ആ പെറ്റീഷൻ കൊടുത്തത്. ഇതേപോലെ എല്ലാ അമ്പലങ്ങളും പള്ളികളും മോസ്കും ചർച്ചും ആശ്രമങ്ങളും റൈറ്റ് ടു ഇൻഫർമേഷന് കീഴി വരണം. അതായത് ആ പ്രത്യേക വിശ്വാസധാരയിലെ ആൾക്കാർക്ക് ആ പെറ്റീഷൻ കൊടുക്കാൻ അവകാശവും വേണം. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കാശ് എവിടെ പോകുന്നു നമുക്കറിയാം. 2, ഈ വിഷയത്തിൽ ഒരു കോർട്ട് മോണിറ്റേർഡ് പ്രോബ് വേണം. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ കോടതികൾ പറഞ്ഞാലേ വിശ്വാസം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇപ്പൊ ചമ്പത് റായിയെ രക്ഷിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായി അല്ലെന്ന് പറയാൻ കഴിയും. ഇപ്പൊ ഉദാഹരണം, ചമ്പത് റായിയുടെ ഡ്രൈവർ 50 കോടി രൂപ വില വരുന്നൊരു പ്ലോട്ട് ഉണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഞാൻ ഓട്ടോ ഓടിച്ചുണ്ടാക്കി എന്നാണ് പറഞ്ഞത്. ഓട്ടോ ഓടിച്ചാൽ 50 കോടി രൂപയുടെ ഒരു പ്ലോട്ട് മേടിക്കാൻ ആർക്കും പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് ഏത് ഓട്ടോ ആണ്, അത് എന്ത് തരം ഓട്ടോയാണ് ഓട്ടോ ഓടിച്ച് 50 കോടി രൂപ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ട്. രാഹുൽ, ചിലപ്പോൾ ഇവിടുന്ന് ഈ പറയുന്ന ഇത് ഒന്നാമത്തെ കാര്യം, ഇവിടെ വലിയ സുരക്ഷയാണ്. ഇവിടെ കൊടൂര സുരക്ഷയിൽ അവിടുന്ന് കടത്തുന്ന ഈ പറഞ്ഞ സ്വർണവും ഈ പറഞ്ഞ കോടികളൊക്കെ കൊണ്ടുപോകാൻ ചിലപ്പോൾ ഓട്ടോ ഉപയോഗിച്ച് കാണും. അങ്ങനെ ഓട്ടോ ഓടിയായിരിക്കും ചിലപ്പോൾ.
ഇനി ഈ ബാത്റൂമിലെ അലിഗേഷൻസ് ഞാൻ വേറെ വാക്ക് ഉപയോഗിക്കുന്നില്ല. അതായത് അത് CCTVയിലടക്കം എന്റെ ധാരണ ശരിയാണെങ്കിൽ 70 തെഫ്റ്റ് ഇൻസിഡൻസ് ഏപ്രിൽ 26-നും ജൂൺ 5-നും ഇടയ്ക്ക് 70 തെഫ്റ്റ് ഇൻസിഡൻസ് ഉണ്ടെന്നാണ് അതിൽ ആരോപണം വന്നത്. അപ്പൊ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി സൊല്യൂഷൻ എന്താണ്? അവിടെയാണ് ഒരു ഹൈക്കോടതി മോണിറ്റേർഡ് പ്രോബോ, സുപ്രീം കോടതി മോണിറ്റേർഡ് പ്രോബോ വേണം. ഇല്ലെങ്കിൽ ഇപ്പൊ CPM ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും അവരുടെ എക്കോസിസ്റ്റത്തിൽ നിൽക്കുന്ന ആൾക്കാരെ അവരൊരിക്കലും കുടുക്കില്ല. കാര്യം കുടുക്കിയ പാർട്ടിക്ക് കൂടെ ചീത്തപ്പേരാവും. അപ്പൊ അതുകൊണ്ട് അവർക്ക് എപ്പോഴും അവരുടെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യണം. കുറെ ചെറിയ മീനുകളാണെന്ന് പറയണം. പിന്നെ ഒരു കാര്യം ഹാഷ്മിയോടും കൂടെ, ഞാൻ ഈ വിഷയത്തിൽ നാഷണൽ മീഡിയയിൽ എല്ലാം ചർച്ചയ്ക്കിരുന്നു. പൊതുവേ വലതുപക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന നാഷണൽ മീഡിയ പോലും ഈ വിഷയത്തിൽ കുറെയെങ്കിലും വിമർശിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതായത് ഇത് ശരിയല്ല, ഇത് രാമഭക്തരോടുള്ള വഞ്ചനയാണ്. പിന്നീട് ഒരുപാട് ബിസിനസ്സുകാർ പറയുന്നുണ്ട് അവർ കൊടുത്ത കാര്യങ്ങൾക്ക് റെസീറ്റ് കിട്ടിയില്ല. അപ്പൊ ഒന്നും നടന്നില്ല എന്ന് നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. എന്തോ പ്രശ്നമുണ്ട്, അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്. പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പക്ഷേ ദേശീയ മാധ്യമങ്ങൾക്ക് ഈ പറയുന്ന ചമ്പത്രായുടെ ഡ്രൈവറിലും 8 പേരിൽ കിടന്ന് കറങ്ങാനാണ് താല്പര്യം. ഇപ്പൊ ഇത്രയും വലിയ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ ഇത്രയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള, ദേശത്തിന്റെ ശ്രദ്ധയുള്ള, വലിയ സുരക്ഷയുള്ള നമുക്ക് IB സംവിധാനമൊക്കെ ഇല്ലേ? ഇക്കാലം ഇപ്പോൾ ആകെ 42 ദിവസങ്ങളിൽ 70 സംഭവങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതിന് മുമ്പും അത് കഴിഞ്ഞ് എത്ര ആർക്കറിയാന്നേ? ആരും അറിഞ്ഞില്ല. ആകെ ഈ 8 പേർ ചേർന്ന് ഈ പറഞ്ഞ മാരകൊള്ള നടത്തുന്ന ആരോട് പറയണം? ആര് വിശ്വസിക്കാനാണ്? ഞാൻ എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.